നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിലെ ആദ്യ ലക്ഷറി ട്രെയിനായ സൗദി അറേബ്യയുടെ ഡ്രീം ഓഫ് ദി ഡെസേർട്ട് 2026 പകുതിയോടെ പ്രവർത്തനം ആരംഭിച്ചേക്കും. രാജ്യത്തിന്റെ അഭിമാന പദ്ധതികൾ ഒന്നായി കാണുന്ന ഡ്രീം ഓഫ് ദി ഡെസേർട്ട് സൗദി അറേബ്യ റെയിൽവേസും ഇറ്റലിയിലെ ആർസനാല ഗ്രൂപ്പും ചേർന്നാണ് നിർമ്മിക്കുന്നത്. സൗദി അറേബ്യയുടെ സാംസ്കാരിക പൈതൃകവും മനോഹരമായ മരുഭൂമി ദൃശ്യങ്ങളും കണ്ടുകൊണ്ടുള്ള ഒരു അത്യാഡംബര യാത്രാ ട്രെയിനാകും സൗദി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക. 2030ഓടെ രാജ്യത്തേക്ക് 150 ദശലക്ഷം സന്ദർശകരെ ആകർഷിക്കുകയെന്ന സൗദിയുടെ വിനോദസഞ്ചാര മേഖലയിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നുമാണ്. റിയാദിൽ നിന്ന് ആരംഭിച്ച് ജോർദാൻ അതിർത്തിക്ക് സമീപമുള്ള അൽ ഗുറയാത്ത് വരെയുള്ള 1300 കിലോമീറ്റർ ദൂരത്തിലായിരിക്കും ഡ്രീം ഓഫ് ദി ഡെസേർട്ടിൽ യാത്ര ചെയ്യാൻ സാധിക്കുക. 1-2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിൽ അൽ ഗാസിം, ഹെയിൽ, അൽ ജൌഫ് എന്നിവിടങ്ങളിലെ മനോഹരമായ മരുഭൂമി ദൃശ്യങ്ങൾ യാത്രക്കാർക്ക് ആസ്വദിക്കാൻ സാധിക്കും. കിങ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് നേച്ചർ റിസർവിനോട് ചേർന്നുള്ള ഒരു ഭാഗവും യാത്രയിൽ ഉൾപ്പെടുന്നു. ഹെയിൻ, യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളും ട്രെയിൻ നിർത്തും. സഞ്ചാരികൾക്ക് ഇവിടെ സന്ദർശിക്കാനുള്ള സമയം അനുവദിക്കുകയും ചെയ്യും. ഒരു കാലത്ത് ദമാസ്കസിനെയും മദീനയെയും ബന്ധിപ്പിച്ചിരുന്ന പ്രശസ്തമായ ഹിജാസ് റെയിൽവേയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതെങ്കിലും ആധുനികതയും ആഡംബരവുമാണ് ഡ്രീം ഓഫ് ദി ഡെസേർട്ടിന്റെ പ്രത്യേകത. ട്രെയിനിലെ 14 കോച്ചുകളിൽ 34 ആഡംബര സ്യൂട്ടുകൾ ഉണ്ടായിരിക്കും. ലബനീസ് വാസ്തുശില്പി അലൈൻ അസ്മാർ ഡി അമാൻ രൂപകൽപ്പന ചെയ്ത ഇന്റീരിയറുകൾ സൗദി പാരമ്പര്യവും ആധുനിക ശൈലിയും സമന്വയിപ്പിക്കുന്നു. പ്രാദേശിക അന്താരാഷ്ട്ര ഷെഫുകൾ ചേർന്ന് തയ്യാറാക്കുന്ന ഫുഡ് മെനുവിൽ സൗദി വിഭവങ്ങളും തയ്യാറായിരിക്കും. വിവിധ കലാപരിപാടികളും മറ്റ് വിനോദ ഉപാധികളും ട്രെയിനിൽ ഒരുക്കും. സൗദി അറേബ്യയുടെ ദേശീയ ഗതാഗത ലോജിസ്റ്റിക്സ് തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ് ഡ്രീം ഓഫ് ദി ഡെസേർട്ട്. ഈ ട്രെയിനിൽ തങ്ങളുടെ ഗതാഗത വിനോദസഞ്ചാര മേഖലകളെ എത്രത്തോളം ആധുനികതയിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ കൃത്യമായ തെളിവാണ്. ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ള സൗദിയുടെ പദ്ധതികൾക്കുള്ള ഒരു ഉദാഹരണം മാത്രമാണിത്. അതോടൊപ്പം തന്നെ ആഗോള വിനോദസഞ്ചാര ലക്ഷ്യസ്ഥാനമായി സൗദിയുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുന്നു. SAR ചെയർമാനും ഗതാഗത ലോജിസ്റ്റിക് മന്ത്രിയുമായ HE എഞ്ചിനീയർ സാലിഹ് ബിൻ നാസർ അൽ ജാസർ പറഞ്ഞു. 2026ന്റെ 3ാം പാദത്തിലായിരിക്കും ഡ്രീം ഓഫ് ദി ഡെസേർട്ട് സർവീസ് ആരംഭിക്കുക. ടിക്കറ്റ് വില, യാത്രാ പാക്കേജുകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വരും മാസങ്ങളിൽ പ്രഖ്യാപിക്കും. ആഡംബരപൂർണമായ സൗകര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ടിക്കറ്റുകൾക്ക് വലിയ തുക തന്നെ മുടക്കേണ്ടി വരും. നിയോം, റെഡ് സീ റിസോർട്ടുകൾ തുടങ്ങി മറ്റ് വിനോദസഞ്ചാര പദ്ധതികളോടൊപ്പം സൗദി അറേബ്യയുടെ സാംസ്കാരിക പ്രകൃതി സമ്പത്ത് ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ ഈ ട്രെയിൻ സർവീസും പ്രധാന പങ്ക് വഹിക്കുമെന്നും സൗദി അറേബ്യൻ അധികൃതരും പ്രതീക്ഷിക്കുന്നു. പദ്ധതി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തമായ അറിയിപ്പുകളും അടുത്തു തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ.